മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. വി ഡി സതീശൻ അഹങ്കാരി എന്നാണ് വിമർശനം. സതീശൻ വിചാരിച്ചാൽ NSSനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിട്ടും NSSന് അത് നൽകിയില്ല എന്നുള്ളതാണ് സുകുമാരൻ നായരുടെ വിമർശനം. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, NSS ജനറൽ സെക്രട്ടറിയും സതീശനും തമ്മിലുള്ള അത്ര രസത്തിലല്ല, നമുക്കറിയാം. വലിയ വിമർശനം സതീശനെതിരെ ഉന്നയിച്ച ഒരാൾ കൂടിയാണ് ജനറൽ സെക്രട്ടറി. പക്ഷേ ഇന്ന് സതീശൻ മുഖ്യമന്ത്രിയാണ്. അനുവാദം തേടി അങ്ങോട്ട് പോയതാണോ? അവിടെയാണോ അത് ലഭിക്കാതിരുന്നത്? അങ്ങനെയാണ് അദ്ദേഹം ഈ ബജറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയത്. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് ചില നിവേദനങ്ങൾ നൽകിയിരുന്നു. അതിന്റെ തുടർച്ച അറിയാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശനെ വിളിച്ചത്. പക്ഷെ 2 തവണയും അദ്ദേഹം സമയം അനുവദിച്ചില്ല എന്നാണ് ജി സുകുമാരൻ നായർ ഈ യോഗത്തിൽ, ഇന്റേണൽ യോഗമാണ്, മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ള യോഗമല്ല, ആ യോഗത്തിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സതീശൻ വലിയ അഹങ്കാരിയാണ്, സതീശന്റെ പിന്നാലെ പോകാനില്ല എന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. അതായത് സതീശനെതിരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ കടുത്ത നിലപാട് സ്വീകരിച്ചാണ് ജി സുകുമാരൻ നായർ. തിണ്ണ നിരങ്ങാൻ ഞങ്ങൾ എവിടെയും പോകില്ല എന്ന് പറഞ്ഞ സതീശൻ പല സഭകളുടെ അടക്കം ആസ്ഥാനങ്ങളിൽ പോയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ജി സുകുമാരൻ നായർ വിമർശനം ഉന്നയിച്ചത്. എന്തായാലും ഇതിനുശേഷം NSSന്റെ ആവശ്യങ്ങൾക്ക് സർക്കാർ എന്ന നിലയിൽ കാണും, അതല്ലാതെ ഇങ്ങോട്ട് വന്നുള്ള സന്ദർശനങ്ങളെ അനുവദിക്കില്ല എന്നും അന്ന് ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയതാണ്. അന്ന് സതീശൻ പല ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ചില ദൂതന്മാർ വഴി സമീപിച്ചിരുന്നു എന്നൊക്കെ അന്ന് സുകുമാരൻ നായർ ആരോപിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ NSS അങ്ങോട്ട് പോവുകയാണ്. അത് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ ചർച്ചകൾക്കായാണ് സുകുമാരൻ നായർ സമയം ആവശ്യപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സുകുമാരൻ നായർ അല്ലെങ്കിൽ ഒരു NSS പ്രതിനിധി അങ്ങനെ ഒരു ചർച്ചയ്ക്കായിരിക്കും. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ദൂരം സഞ്ചരിക്കുമോ എന്നത് വ്യക്തമല്ല. എന്തായാലും ഫോണിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആണ് ഈ പ്രാഥമികമായി ആവശ്യപ്പെട്ടത്. പക്ഷെ അതിന് അദ്ദേഹം അനുമതിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഫലത്തിൽ ഇതിന് പിന്നാലെയാണ് സതീശൻ അഹങ്കാരി എന്ന വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് വന്നത്. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്, ഏതായാലും ഇന്ന് ഇപ്പോൾ KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും ഒരു തീരുമാനം NSSന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് KB ഗണേഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.